പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയകുളങ്ങര ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്നും ഞാൻ ഡോക്ടർ ബിനോയ് മാത്യു. വലിയകുളങ്ങര ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ 90ാമത്തെ വാർഷിക ആഘോഷങ്ങളെ തുടർന്ന് ഒരു ജനറൽ പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസിൻ്റെ ഭാഗമാണ് ഈ റെക്കോർഡിംഗ്. ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല്ലിന് കമ്പി ഇടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫേസിന് ഭംഗി കൂട്ടാനായിട്ടും അതുപോലെ നമ്മുടെ ഫങ്ഷണലി എഫിഷ്യൻ്റ് ആക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പല്ലിന് കമ്പിയിട്ട് പല്ലിനെ നമ്മൾ റെഡിയാക്കാറുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇത് ഫെയിൽ ചെയ്യാറുമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫെയിൽ ചെയ്യുന്ന സിറ്റുവേഷനുകളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. നമുക്ക് ആദ്യമേ തന്നെ എങ്ങനെയാണ് ഈ പല്ല് മൂവ് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ഈ ഇമേജിൽ കാണുന്നത് ഇതൊരു പല്ലാണ്. ആ പല്ലിൻ്റെ ചുറ്റും നമ്മൾ ഈ കാണുന്നത് ബോണിൻ്റെ ഭാഗങ്ങളാണ്. ആ ബോണിനെ ചുറ്റി മോണയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കിവിടെ ഒരു റോസ് കളറിലുള്ളൊരു ലൈൻ മാതിരി ഒരു സാധനം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പല്ലിൻ്റെ വേരിൻ്റെ ഭാഗത്തെ ചുറ്റി മഞ്ഞ നിറത്തിലും ഉള്ളൊരു ഭാഗവും നമ്മൾ കാണുന്നുണ്ട്. ഇത് പല്ലിന് വെളിയിലുള്ള സ്ട്രക്ചറിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പല്ലിനകത്ത് നമുക്കറിയാം, നമുക്ക് പുറത്ത് ഇനാമിലുണ്ട്, അകത്ത് ഡെൻറ്റിനുണ്ട്, അതിനകത്ത് പൾപ്പ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഈ പല്ലിൻ്റെ വേരിനെ ചുറ്റി സിമിൻറ്റം എന്നുള്ളൊരു ഭാഗമുണ്ട്. ആ സിമിൻറ്റമാണ് നമ്മൾ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത്. ഈ സിമിൻറ്റത്തിൽ നിന്ന് ചില ഫൈബേഴ്സ് മാതിരിയുള്ള സംഗതികൾ ബോണിലേക്ക് വന്ന് എൻഗേജ് ചെയ്ത് അതാണ് പല്ലിനെ അവിടെ നിർത്തുന്നത്. അപ്പം നമുക്ക് തന്നെ ആലോചിക്കാവുന്നത് ഒരു നമ്മുടെ പണ്ടത്തെ കുട്ടികളൊക്കെ നമ്മൾ കിടക്കുന്ന തൊട്ടിലുണ്ടല്ലോ, തുണിയുടെ തൊട്ടിലിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് കിടക്കുന്ന ഒരു രീതിയിലാണ് ഈ പല്ല് നമ്മുടെ ബോണിനകത്ത് പിടിച്ചിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ പല്ലും എല്ലും രണ്ടായിട്ടാണ് നമ്മുടെ ദേഹത്ത്. നമുക്ക് കാര്യം നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ വലിയ ഇളക്കമൊന്നുമില്ല, ഒക്കെ ബലമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് രണ്ട് സാധനങ്ങളാണ്, ഒന്നല്ല. അതുപോലെ നമ്മൾ ഈ പല്ലിലൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളുക എന്ന് ഓർക്കുക, മുൻവശത്ത് നിന്ന് ഇങ്ങോട്ട് തള്ളുകയാണ്. അങ്ങനെ തള്ളുമ്പോൾ ഈ ഭാഗത്ത് ഈ പെരിഡോണ്ടൽ ലിഗമെൻറ്റ് നമ്മൾ പറഞ്ഞ ആ ഫൈബേഴ്സ് മാതിരിയുള്ള സാധനത്തിന് പെരിഡോണ്ടൽ ലിഗമെൻറ്റ് എന്നാണ് പറയുന്നത്. ആ ലിഗമെൻറ്റിന് ചെറിയൊരു കംപ്രഷൻ ഉണ്ടാവും. ആ കംപ്രഷൻ ഉണ്ടായി കഴിയുമ്പം ഈ സൈഡിലെ ബോൺ റിസോർവ് ചെയ്യും. റിസോർവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പതുക്കെ അത് ദേഹത്തേക്ക് തന്നെ അങ്ങ് വലിഞ്ഞു പോകും. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടാകും. അങ്ങോട്ട് നീങ്ങുമ്പം അവർ ഒരു സൈഡിൽ കംപ്രഷനും മറ്റേ സൈഡിൽ ടെൻഷനും ഉണ്ടാകും. ഈ ടെൻഷൻ ഉണ്ടാകുന്ന ഭാഗത്ത് ഈ ബോൺ ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ പല്ല് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട്, നമുക്ക് കുറച്ച് ഫോഴ്സ് കൂടുതൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ നീക്കാൻ പറ്റില്ലേ, ഞങ്ങൾക്ക് സമയമില്ല, നമ്മളുടെ കല്യാണമാണ് 6 മാസത്തിനുള്ളിൽ, അപ്പം പെട്ടെന്ന് നമുക്ക് നീക്കി തരാമോ എന്ന് ചോദിക്കും. പക്ഷേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട മാതിരി ഈ സ്ട്രക്ചർ കൂടുതൽ കംപ്രസ്ഡ് ആയി പോവുകയും അതിനകത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ പോവുകയും പതുക്കെ ആ എല്ലും പല്ലും തമ്മിൽ ഒന്നായി പോയിരുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഈ പല്ലും എല്ലും തമ്മിൽ ഒന്നാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല്ലിനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. കാരണം രണ്ടും ഒരേ സ്ട്രക്ചറാണ്. ഇത് രണ്ടും രണ്ട് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമുക്ക് നീക്കാൻ പറ്റുന്നത്. ഒന്നാണെങ്കിൽ നമുക്ക് നീക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടി ചെയ്യാൻ പറ്റും. ശരിക്കും ഇതൊരു ലോജിക്കലായിട്ട് നമ്മൾ ഒരു മിനിമൽ സ്പീഡ് കൊടുത്താൽ ആ മിനിമൽ സ്പീഡിൽ തന്നെ ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ഇതാണ് എൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇതിനെ ഹിൻഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പല്ലും എല്ലും തമ്മിൽ ജോയിൻ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് സാധാരണ ഉണ്ടാകാറുമില്ല, വളരെ ചുരുക്കമേ ഇങ്ങനെ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു
വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഈ ആങ്കൈലോസിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആങ്കൈലോസിസ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ പല്ലും എല്ലും തമ്മിൽ ജോയിൻ ചെയ്തു പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേര്, സയൻറ്റിഫിക്കായിട്ട് പറയുന്ന പേരാണ് ആങ്കൈലോസിസ്. അപ്പോൾ ഈ ആങ്കൈലോസിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്തെങ്കിലും ട്രോമയ്ക്ക് ശേഷമാണ്. അതിൽ തട്ട് കിട്ടുകയോ വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ പല്ല് ചിലപ്പം ഭയങ്കരമായിട്ട് അനങ്ങും. ഈ ഭയങ്കരമായിട്ട് ഇത് അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെ റൂട്ടിൻ്റെ മേളിൽ ഞാൻ നേരത്തെ കാണിച്ച ആ സിമൻറ്റം എന്ന് പറഞ്ഞ ഭാഗം ഇതിന് ക്ഷതം പറ്റും. അതുപോലെ തന്നെ ഈ സിമൻറ്റത്തെ പൊതിഞ്ഞ് നിൽക്കുന്ന പെരിയോണൽ ലിഗമെൻറ്റ് നഷ്ടപ്പെട്ടു പോകും. ആ സൈഡിലുള്ള ബോണിനും കുഴപ്പമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈ സിമൻറ്റൽ ടയർ നടന്ന ഭാഗവും ഈ പല്ലിൻ്റെ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്ത് ഒന്നായി മാറും. അപ്പോൾ അങ്ങനെ ഒന്നായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പല്ലിനെ നീക്കാൻ പറ്റില്ല. ട്രോമയാണ് ഏറ്റവും മെയിനായിട്ടുള്ള റീസൺ. അതുപോലെ നമുക്കറിയാം ചില സമയത്ത് വീണൊക്കെ കഴിയുമ്പോൾ പല്ല് പൊട്ടിപ്പോയി ഊരിപ്പോന്നു. അപ്പം നമ്മൾ പറയും പാലിനകത്തിട്ട് അതിനെ ഉണക്കാതെ കൊണ്ടുവരാൻ നോക്കും. അതിൻ്റെയൊക്കെ ബേസിക് റീസൺ എന്താ പറഞ്ഞാൽ ഈ പെരിയോണൽ ലിഗമെൻറ്റിൻ്റെ ഭാഗം ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട്, ആ ലിഗമെൻറ്റിൻ്റെ ഫൈബേഴ്സ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടാണ് നമ്മളവിടെ തുടരുന്നതൊക്കെ പറയുന്നത്. കാരണം അതുകൊണ്ടാണ്. പക്ഷേ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഈ പല്ലിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ആങ്കൈലോസിസ് എന്നുള്ള പ്രോസസ്സ് നടക്കും. ഈ ആങ്കൈലോസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് ഒരു ഗുണമുണ്ട്. അത് ഞാൻ പല്ലവിടെ ഇരിക്കും. ഒരു കുഴപ്പം എന്താ പറഞ്ഞാൽ ഈ പല്ലും എല്ലും തമ്മിൽ ഒരുമിച്ചായി പോകുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് പലപ്പോഴും പോസിബിൾ അല്ലാതെ വരും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിപ്പിട്ട് പല്ല് താഴ്ത്താനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഈ പല്ലും എല്ലും തമ്മിൽ ഒന്നായി പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പല്ലിൻ്റെ വേര് കംപ്ലീറ്റ് ദ്രവിച്ച് അത് ദേഹത്തിനകത്തേക്ക് തന്നെ വലിഞ്ഞു പോയിട്ട് ആ പല്ലിൻ്റെ ക്രൗണിൻ്റെ ഭാഗം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ ക്ഷതമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പം ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ലേറ്റർ ഇൻ ലൈഫ്. ആ പല്ല് നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പിന്നീടത് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജെനറ്റിക് റീസൺസ് ഉണ്ട്. ചില ആൾക്കാരിൽ അങ്ങനെ പല്ലുകൾക്ക് അങ്ങനെ പല്ലും എല്ലും തമ്മിൽ ജോയിൻ്റായി പോകാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. അതും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂഷ്വലി പ്രൈമറി ടീത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് 2 സെറ്റ് ഓഫ് ടീത്ത് വരുന്നുണ്ട്. പ്രൈമറി ഉണ്ട്, പെർമനൻറ്റും ഉണ്ട്. അതിനകത്ത് പ്രൈമറി സെറ്റ് ഓഫ് ടീത്തിലാണ് യൂഷ്വലി നമ്മൾ ഈ ഒരു പ്രോബ്ലം കാണാറുള്ളത്. പിന്നെ മറ്റൊരു കാരണം ഇമ്പാക്റ്റഡ് ടീത്ത് എന്ന് പറയും. ഇമ്പാക്റ്റഡ് ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ല് എല്ലിനകത്ത് കുടുങ്ങി കിടക്കുന്ന പല്ലുകൾ. അതിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള രീതികളുണ്ട്. പക്ഷേ അത് ഒത്തിരി നാൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളൊരു 12 വയസ്സ് വരേണ്ടിയ പല്ല് ഒരു 15 വയസ്സ് വരെ കിടന്നാൽ അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതൊരു 35 വയസ്സ് വരെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയില്ല, പക്ഷേ എന്നാലും ഡിഫിക്കൽട്ടാണ്. ചെയ്യാൻ പറ്റും, ഡിഫിക്കൽട്ടാണ്. അപ്പം ഇതൊക്കെയാണ് അതിന് ഒരു സെറ്റ് ഓഫ് റീസൺസ്. പിന്നെ പലപ്പോഴും ചില സമയത്ത് ഈ ഓർത്തോഡിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഈ ക്ലിപ്പ് ഇടുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാകാം. ഫോഴ്സൊക്കെ ഒത്തിരി കൂടുതലായി പോയി അങ്ങനെയൊക്കെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ള ട്രീറ്റ്മെൻറ്റ് തീർക്കാനായിട്ട് നോക്കി, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പോഴും ഈ ഒരു പ്രോബ്ലം നമ്മൾ പലപ്പോഴൊന്നുമില്ല, വളരെ റെയറായിട്ട് നമ്മൾ കാണാറുണ്ട്. ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്നത് തന്നെയാണ് അതിൻ്റെ അകത്തൊരു മേജർ കുഴപ്പമായിട്ട് നമുക്ക്. പിന്നെ നമ്മൾ ഒത്തിരി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്, ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അങ്ങനെ ഉണ്ടാകാറുണ്ട്. റെയറായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് പല്ലിൻ്റെ വേരിൻ്റെ അറ്റം ദ്രവിച്ചു പോകും. അങ്ങനെ പോയി കഴിഞ്ഞാലും ഈ പല്ലും എല്ലും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ റെയറായിട്ട് കാണാറുണ്ട്. പിന്നെ ജന്മനാ ഉള്ള ചില വ്യതിയാനങ്ങൾ, എക്ടോറിയൽ ഡിസ്പ്ലേസിയ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഈ
നമ്മുടെ സ്കിന്ന് അതുപോലെ ഹെയറൊക്കെ അതിനൊക്കെ വരുന്ന ഡിസ്റ്റർബൻസ് പോലെ തന്നെ ഉള്ള ചേഞ്ചസ് വന്നു കഴിയുമ്പോഴും പലപ്പോഴും നമുക്കിങ്ങനെയൊരു പ്രോബ്ലം നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ടീത്ത് പ്രൈമറി സെറ്റ് ഓഫ് ടീത്തിനകത്തുള്ള ഏറ്റവും ലാസ്റ്റ് ടൂത്തിനാണ് പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുള്ളത്. ചിലപ്പോൾ നമ്മൾ കാണാറില്ല കഴിഞ്ഞാൽ ഈ പ്രൈമറി ടീത്ത് പോകാതെ ഇരുന്ന് കഴിയുമ്പോൾ അകത്തിരിക്കുന്ന പല്ലുകൾ അത് ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും. ഡിസ്യൂസ് അട്രോഫി എന്ന് പറയുമ്പോൾ അതിന് യൂസ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പെരിഡോണ്ടൽ ലിഗമെൻ്റ് ഫൈബേഴ്സ് നഷ്ടപ്പെട്ടു പോയിട്ട് പല്ലും എല്ലും തമ്മിൽ ജോയിൻ ചെയ്ത് അത് നീങ്ങാത്ത രണ്ടും കൂടെ ഒരുമിച്ച് ആയി പോകുന്നൊരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനെ അറിയാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കുട്ടിയുടെ പല്ല് നമ്മൾ ഈ കുട്ടിക്ക് കമ്പി ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് ഇതാ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കമ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നതല്ല. ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് എന്ന് പറയുന്ന ടൈപ്പ് കമ്പിയാണ് വെച്ചിരിക്കുന്നത്. ഈ കുട്ടിയുടെ പല്ലുകൾ നോക്കുമ്പോൾ ഈ പല്ലിൻ്റെ നിറം വ്യത്യാസം ഞങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഈ കുട്ടിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഈ പല്ല് അകത്ത് കിടന്ന പല്ലാണ്, ഇമ്പാക്റ്റഡ് ആയിരുന്നു. അതിനെ കൊണ്ടുവന്നതാണ്, വളരെ വർഷങ്ങൾ പ്രയത്നിച്ച് അതിനെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിന് ആ ഒരു നിറം വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കമ്പി ഇട്ട് പല്ലിനെ ശരിയാക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ പല്ലുകൾ നീങ്ങും, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നീങ്ങി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ കാണുക. പക്ഷേ ആ സെറ്റ് ഓഫ് ടീത്തിനകത്ത് ഒരെണ്ണം അനങ്ങാതിരിക്കുമ്പോൾ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അതിനോട് അടുത്തുള്ള പല്ലുകൾക്ക് ഒരു ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പല്ലെല്ലാം അറേഞ്ചായി വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പല്ല് അറേഞ്ചായി വന്നിട്ടില്ല. അതുപോലെ എൻ്റെ തൊട്ടപ്പുറത്തെ പല്ലിനും ആ ഒരു അബ്നോർമാലിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ കുഴപ്പങ്ങൾ. ഈ ആങ്കലോസ് വരുന്നതിൻ്റെ കുഴപ്പങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പങ്ങൾ വരുന്നത് ഇതൊക്കെയാണ്. അപ്പം ആ പല്ല് എല്ലിലേക്ക് ജോയിൻ്റായി പോയിട്ടുണ്ട്. അതിൻ്റെ പല്ലിൻ്റെ വേരിന് റിസോപ്ഷൻ മിക്കവാറും സെറ്റിങ് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അതിന് നിറം വ്യത്യാസം വന്നേക്കുന്നത്. അതൊരു നോൺ വൈറ്റൽ ടൂത്ത് ആയി പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പല്ലുകൾക്ക് ഈ ക്ലിപ്പിടുമ്പോൾ നമ്മൾ ക്ലിപ്പിടുമ്പോൾ ഉള്ളതിനെ പറ്റിയാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത്. അപ്പോൾ ക്ലിപ്പിടുമ്പോൾ അതിന് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി പലപ്പോഴും നമ്മൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ സാധാരണ കേൾക്കാറില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് ആസ് ഫാർ ആസ് ദ ട്രീറ്റ്മെൻറ്റ് ഈസ് കൺസേൺഡ്. പക്ഷേ യൂഷ്വലി നമ്മളൊരു 1000 പേരുടെ ട്രീറ്റ്മെൻറ്റിൽ ഒരാൾക്കേ നമ്മളിങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യാറുള്ളൂ. ഈവൻ പല്ലിന് ചെറിയ തട്ടൊക്കെ കിട്ടിയിട്ടുള്ള പല്ലാണെങ്കിൽ പോലും അതിനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. നമ്മൾ നേച്ചർ തന്നെ അതിനെ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് എസ്പെഷ്യലി പല്ലുകൾ ഊരി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒത്തിരി ലൂസായി പോന്ന് നമ്മൾ തിരിച്ച് വെച്ച് കമ്പിയൊക്കെ വിട്ട് നമ്മൾ പിടിപ്പിച്ച് വയ്ക്കുന്ന രീതികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാറുണ്ട്. പബ്ലിക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് വലിയവങ്ങര ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ടോക്സിൻ്റെ ഒരു 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 പാർട്ടാണിത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡെൻറ്റിസ്റ്റിയെ പറ്റി അറിയാനുള്ള കാര്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ, ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ കാണുന്നുണ്ടല്ലോ, ആ നമ്പറിൽ ഒരു മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്നൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം, താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോപ്പറായിട്ടൊരു പ്രസൻറ്റേഷനാക്കി ഞങ്ങൾ ചെയ്യുന്നതാണ്. മറ്റ് വേറെ എന്തെങ്കിലും ഡെൻറ്റിസ്റ്റിയെ പറ്റി അറിയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.